ഈ ബസ്സിൽ കയറി നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു 4000 വർഷം പഴക്കമുള്ള ഒരു നാട്ടിലാന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4000 വർഷം പഴക്കമുള്ള ഒരു സിറ്റിയിലാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ബസ്സിന് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് മാൾട്ടയിലെ റബ്ബാത്ത് എന്ന് പറഞ്ഞൊരു ഏരിയയാണ് കേട്ടോ. നല്ല ചൂടാണ്, 40 ഡിഗ്രിയിലൊക്കെ കത്തി നിൽക്കുന്ന ചൂടാണ് കേട്ടോ. നമ്മളൊക്കെ നല്ല കരിഞ്ഞു പോകുന്ന നല്ല ഒന്നാം തന്നെ ചൂടാണ്. അവിടെയാണ് നമ്മൾ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ ഈ പാർക്കിനുള്ളിലൂടെ പോയിട്ട് ഇവിടെ നമുക്ക് ബസ്സിൽ വന്ന് ഇറങ്ങുമ്പോഴത്തേനും നമുക്കൊരു പാർക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ പോകുന്ന എംദീന എന്ന് പറഞ്ഞൊരു ഏരിയയിലേക്കാണ് കേട്ടോ. ഈ എംദീനയിലേക്ക് ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട്. ഈ വെയിറ്റിംഗ് ഉണ്ടോ, ഇവരെല്ലാം ഈ എംദീനയിലെ എൻട്രൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ കുറച്ചും കൂടെ മുമ്പിലായിട്ടാണ് ആ ഒരു എൻട്രൻസ് വരുന്നത് കേട്ടോ. അപ്പൊ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് വഴി അങ്ങനെ നിശ്ചയമില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അവിടെ നിൽക്കും. അപ്പൊ നമുക്ക് ഏറെക്കുറെ ഐഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് നേരെ ആ ഒരു എംദീന ഫ്രണ്ട് ഗേറ്റിന് അങ്ങോട്ട് നടക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു പാർക്കിന്റെ ഉള്ളിലൂടെയാണ് നമുക്ക് നടക്കേണ്ടത്. എല്ലായിടത്തും ഒരു പാർക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെ പാർക്കിന്റെ പേര് പറയേണ്ട ആവശ്യമില്ല. മാൾട്ടയിൽ ഇപ്പൊ എല്ലായിടത്തും, യൂറോപ്പിൽ തന്നെ എല്ലായിടത്തും പാർക്കുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ ഈ കാണുന്ന ഈ താഴത്തെ ഒരു പാർക്കാണ്. പക്ഷെ അങ്ങോട്ട് ആരും പോകത്തില്ല. കാര്യം അമ്മാതിരി ചൂടാണ്. ഇച്ചിരി താഴെയും കൂടെ അല്ലേ ഇരിക്കുന്നത്. നമ്മൾ അവിടെയെങ്ങാനും നമ്മൾ പോവാണെങ്കിൽ നമ്മൾ തിരിച്ചു കയറി വരുമ്പോഴത്തേനും നല്ല എന്താ പറയാ, കരിഞ്ഞ് അല്ലെ, നല്ല ബാർബിക്യൂ ആയിട്ടായിരിക്കും നമ്മൾ കയറി വരുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് ആരും പോകുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നടന്നിട്ട് ആ ഒരു എംദീന ഗേറ്റിന് അങ്ങോട്ട് പോവാം. അപ്പൊ നമ്മൾ എംദീന ഗേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ കാണുന്നതാണ് എംദീനയിലെ മെയിൻ ഗേറ്റ്. എംദീന എന്ന് പറഞ്ഞാൽ മാൾട്ടയിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു സിറ്റിയാണ് കേട്ടോ. ഇതിന് എന്തുകൊണ്ടാണ് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിറ്റിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വലിയൊരു ഫ്രണ്ട് ഗേറ്റ് ആണ് നമുക്ക് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഗേറ്റിന്റെ ഉള്ളിലൂടെ കയറിയിട്ടാണ് കേട്ടോ നമുക്ക് ഉള്ളിലേക്ക് പോകേണ്ടത്. കുതിര വണ്ടിക്കാരൊക്കെ പോകുന്നത് കാണാം. ടൂറിസ്റ്റുകളെയും കൊണ്ടൊക്കെ ഇങ്ങനെ കുതിര വണ്ടിക്കാരൊക്കെ ഇങ്ങനെ പോകുന്നത് നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഇത് മറ്റേ ഈ ശിവകാമി ദേവിയുടെ അങ്ങനത്തെ ബാഹുബലിയുടെ ഒക്കെ വലിയ കോട്ട പോലത്തെ, അമ്മാരി കോട്ട പോലത്തെ ഒരു വാതിലൊക്കെ കടന്നു വരണം കേട്ടോ നമ്മൾ ഉള്ളിലേക്ക് പോകാൻ. ആ ഒരു ഫീലാണ് നമുക്ക് ഇതുവഴിയൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ നേരെ ഇതാ അത്രയും വർഷം പഴക്കമുള്ള, ഓർത്ത് നോക്കണം, 4000 വർഷം പഴക്കമുള്ള ഒരു വില്ലേജ്, ഐ മീൻ ഒരു സിറ്റിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത്രയും പഴക്കമുള്ള ബിൽഡിങ്സ് ആണ് ഇപ്പൊ എൻ്റെ ഈ ചുറ്റും കാണുന്നത്. അതിന്റെ ഒരു ത്രില്ല് വേറെ തന്നെയാട്ടോ. ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ അത് അറിഞ്ഞ് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ചില കുതിരവണ്ടിക്കാരൊക്കെ ആരും ഇല്ലാതെ പോകുന്നവരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ കുതിരവണ്ടിക്ക് നമുക്ക് ചെറിയ ചാർജേ ഉള്ളൂ. നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പൊ നമ്മളൊരു ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അതിൽ ചെറിയ ചാർജേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ, അത് മാത്രമല്ല ആ ഒരു കുതിരവണ്ടിക്കാരൻ നമുക്ക് പറഞ്ഞു തരും ഓരോ ഏരിയയിലൂടെ പോകുമ്പോഴേ ഇത് ഏതാണ് സ്ഥലം, എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ, അതെല്ലാം അവർ നമുക്ക് പറഞ്ഞു കൂടെ തരും. അപ്പൊ എന്തുകൊണ്ടും അതൊരു നല്ല ഓപ്ഷനാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് അതിന്റെ ആവശ്യം വന്നില്ല. നമ്മൾ നേരെ ഈ ഒരു ഏരിയയിലൂടെ നമുക്ക് ഇങ്ങനെ പോവാം. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന പോലെ ഈ ഒരു ഭിത്തിയുടെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു മഞ്ഞ ഷെയ്ഡാണ് എല്ലാ ഭിത്തിക്കും നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ഒറിജിനൽ മാൾട്ടി സ്റ്റോൺസ് ഉണ്ട്. അപ്പൊ ഈ ഒറിജിനൽ മാൾട്ടി സ്റ്റോൺസിന് ഈ ഒരു കളറാണ്. അതുകൊണ്ടാണ് മാൾട്ടയിലെ മിക്കവാറും എല്ലാ ബിൽഡിങ്സിനും ഈ ഒരു കളർ. പ്രത്യേകിച്ച് എംദീനയ്ക്ക് ഈ ഒരു കളർ വന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ അത്രയും പഴക്കമുണ്ട്. ഒരു തരത്തിലുള്ള മോഡേണൈസേഷൻ ഇവിടെ വന്നിട്ടില്ല കേട്ടോ. അതിന്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അത്രയും പുരാതനമായിട്ട് തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഈ ഒരു ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേന് എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ളതിന്റെ ഒരു ചെറിയ ഒരു വിവരണമാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്. സെന്റ് പോൾസ് കത്തീഡ്രലിലൊക്കെ നമുക്ക് കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ചെറിയ ജനലൊക്കെ കണ്ടോ, ഗ്രില്ലൊക്കെ കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നുണ്ടോ. അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഭിത്തിയൊക്കെ കണ്ടോ, ഇത്രയും വർഷം പഴകിയപ്പോഴേ ഇപ്പോഴാണ് അതിന്റെ ചെറിയ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളകി പോകാനൊക്കെ തുടങ്ങി. ഓർത്ത് നോക്കി, അത് എന്തൊരു പണിയല്ല അവർ പണിതത്. ഇത്ര വർഷങ്ങളായിട്ടും അവരെ ആ കൺസ്ട്രക്ഷന്റെ ഒരു ബലം അതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ക്രെയിൻ ഒന്നും ഇല്ലാത്ത കാലത്താന്ന് പറഞ്ഞേ, ക്രെയിൻ ഇല്ല, ഒരു തരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളും 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ എങ്ങനെ പണിത്, എനിക്കങ്ങ് വണ്ടറായി പോയി കേട്ടോ. ഇതൊക്കെ എങ്ങനെ പണിത് ഇവർ ഒപ്പിച്ചിങ്ങനെ വെച്ചിരിക്കുന്നു. അതൊരു വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകള്, സ്റ്റുഡൻസ്, അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ഇവിടെ ഈ എംദീന കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു ഇടവഴി കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അത് കണ്ടപ്പോഴത്തേന് അതിനുള്ളിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഇവിടെ പുറത്ത് നല്ല ചൂടാണെങ്കിലും ഇങ്ങനെ ഈ ഉള്ളിലൂടെ നമ്മൾ നടക്കുന്നത് കൊണ്ടും ഈ സ്റ്റോൺസിന്റെ ചെറിയ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടും ഒരു ചെറിയൊരു എയർ കണ്ടീഷൻ ഉണ്ട് കേട്ടോ ഇതിനുള്ളിലൊക്കെ. നമുക്ക് അത്രയ്ക്ക് അങ്ങ് ചൂട്, നമ്മൾ വിയർക്കില്ല ഇവിടെ നമ്മൾ നടക്കുന്നത്. ചൂടുണ്ട്, എന്നാൽ നമ്മൾ വിയർക്കുന്ന പോലെ അത്രയ്ക്ക് ഒരു സംഭവമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതുവഴി ഈസി ആയിട്ട് നമുക്ക് നടക്കാൻ വേണ്ടി പറ്റും. ഇതുണ്ടോ, കുറച്ച് ആളുകളൊക്കെ ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. നമുക്കൊരു 4 പേർക്ക് ഒരുമിച്ച് നടക്കാൻ ഇതുവഴി പറ്റില്ല. ഇതുപോലത്തെ ഇടവഴികളിലൂടെ ഒരു 3 പേർക്ക് മാക്സിമം. അപ്പൊ നമ്മൾ നേരെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ സെന്റ് പോൾസ് കത്തീഡ്രലിന്റെ ലക്ഷ്യമാക്കി നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ. നല്ല ചൂടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതുവഴിയൊക്കെ നടക്കുമ്പോഴത്തേനും നമുക്കൊരു ചെറിയൊരു തണുപ്പ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പൊ എനിക്ക് ചെറിയൊരു സന്തോഷമൊക്കെ തോന്നി. നമ്മൾ ആദ്യം വന്ന് ഞാനങ്ങനെ ഉരുകിപ്പോയായിരുന്നു. അപ്പൊ ഇതാ നമ്മൾ സെന്റ് പോൾസ് കത്തീഡ്രലിന്റെ മുമ്പിലേക്ക് പോകാനായിട്ടുള്ള വഴികളിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും നമുക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു തിരക്ക് തോന്നാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു
ഒരു എന്താ പറയാ, അത്രയും വലിയൊരു ഇടവഴികളും അത്രയും വലിയ ഒരു സ്ക്വയറുകളും ഒക്കെയാണ് നമുക്ക് ഈ ഒരു സിറ്റിയിൽ, എന്തിനാ സിറ്റിയിൽ നമുക്ക് കാണാൻ വേണ്ടി. റബാത്ത് എന്ന് ഇതിനൊരു പേരുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ഏരിയയുടെ മെയിൻ പേര് എന്ന് പറഞ്ഞാൽ റബാത്ത് എന്നാണ്, ആ ഒരു സ്ഥലത്തിന്റെ മോഡേൺ ആയിട്ടുള്ള പേര്. പക്ഷെ നമ്മൾ ഇപ്പം നിൽക്കുന്നത് എംദീന എന്ന് പറയുന്ന ആ ഒരു ബിൽഡിങ്സിന്റെ ഒക്കെ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സെന്റ് പോൾസ് കത്തീഡ്രൽ. ഇത് 1697 എൻ്റെ ഓർമ്മ. ആ ഒരു സമയത്താണ് കറക്റ്റ് ആയിട്ട്, അതായത് 1700 അവസാനത്തോടെ പണി കഴിപ്പിച്ച ഒരു പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത്. 1700, അതായത് ഇപ്പൊ നമ്മൾ 2026 നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ നോർത്ത് നോക്കുക, എത്ര വർഷത്തെ പഴക്കം കാണും ഈ ഒരു പള്ളിക്ക്. അത്രയും പഴക്കമുള്ള ഒരു പള്ളിയുടെ ഉള്ളിലേക്കാണ് കേട്ടോ നമ്മളിപ്പോ പോകാൻ വേണ്ടി പോകുന്നത്. അന്ന് അവർ എങ്ങനെയാണ് ഇതെല്ലാം പണിത് വെച്ചത് എന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇതാണ് ആ ഒരു പള്ളിയുടെ ഉള്ളു കേട്ടോ. ഇവിടെ നമ്മൾ കാണുന്ന എല്ലാ തരത്തിലുള്ള പെയിന്റിങ്സ്, ചുവർ ചിത്രങ്ങളെല്ലാം ഇതൊരു ഷീറ്റിൽ നമ്മൾ ഇപ്പോഴൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ ഷീറ്റിലൊക്കെ ചെയ്തിട്ട് അവിടെ ഡിപ്പ് ചെയ്യുന്ന പരിപാടി ഒന്നും അല്ല. ഇതെല്ലാം ഒറിജിനൽ ആയിട്ട് കൈകൊണ്ട് അവർ വരച്ച് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇവര്, എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ. അതായത് ഒരു ക്രെയിനും ഇല്ലാത്ത കാലത്തൊക്കെ ഇവർ ഈ ഉത്തരത്തിലൊക്കെ മുകളിലൊക്കെ ഇവർ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടോ ആ ഒരു പ്രധാന വൈദികനും ആ പ്രാർത്ഥനയൊക്കെ ചെല്ലുന്ന ആ ഒരു ഏരിയയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അവിടുത്തെ ഒരു ഭംഗിയൊക്കെ നോക്കിയേ. ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിന് അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. അതിന് ഭംഗി ഇല്ലെന്നല്ല, എന്നാലും ഒരു പുരാതനമായിട്ടുള്ള ഇത്രയും പഴക്കമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ അതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. നമുക്ക് അവിടെ എൻട്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ഉള്ളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. കാര്യം അതിന്റെ ഉള്ളിലേക്ക് ഒരുപാട് പ്രാർത്ഥനകള്, ബാക്കി ഏരിയകള്, വൈദികര് അവിടെയൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പൊ അങ്ങോട്ട് നമുക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി പാസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ ഒരു ചെയറിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടോ, ട്രാൻസ്പെറന്റ് ചെയർ കൊടുത്തിട്ട് അതിന്റെ ഭംഗി ഒട്ടും കുറയ്ക്കാതെ മറ്റേതെങ്കിലും ഒരു കളർ ചെയർ കൊടുത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഒരു ഭംഗി ഡിമ്മായിരുന്നു ബാക്കിയുള്ളതിന്റെയൊക്കെ. അത് കറക്റ്റ് ആ ഒരു കലാബോധം ഉള്ളവരാണ് കേട്ടോ ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അതെനിക്ക് കറക്റ്റ് ഇവിടെ നിന്നപ്പോൾ ഒന്ന് പിടികിട്ടി. അപ്പൊ നമ്മൾ നേരെ ആ ഒരു സെന്റ് പോൾസ് കത്തീഡ്രലിൽ നിന്നും പുറത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടുത്തെ എംദിനയ്ക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്. ഇത് സൈലന്റ് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് 100-300 ആളുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ റെസിഡൻസ് ആയിട്ട്. അവർ ഇവിടെ സ്ഥിരം താമസിക്കുന്ന ആളുകൾ, മൾട്ടീസ് ആളുകൾ. അപ്പോൾ ബാക്കിയെല്ലാം ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നു പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും ബഹളങ്ങളില്ല, വലിയ വലിയ ഒച്ചകളില്ല, അനൗൺസ്മെന്റ്സ് അല്ലെങ്കിൽ അനൗൺസ്മെന്റ്സ് ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ കടകളിലൊക്കെ മുമ്പിലൊക്കെ ആണെങ്കിലും ചെറിയ പബ്ബുകൾ, അങ്ങനത്തെ പബ്ബ് പാർട്ടി അങ്ങനത്തെ ഏരിയകളൊന്നും ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സൈലന്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. എല്ലാ ബിൽഡിങ്സിനും ഇതുണ്ട്. ഈ ഒരു ബിൽഡിങ്സിന്റെ ഒക്കെ ഭംഗിയൊക്കെ നോക്കി, എല്ലാ ബിൽഡിങ്സിനും അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി ഇവർ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു തരത്തിലുള്ള ഒരു മോഡേൺ പെയിന്റിങ്സ് അടിച്ചിട്ട് അതിനെ നശിപ്പിക്കുന്ന രീതിക്ക് അല്ലെങ്കിൽ കുറച്ച് സ്റ്റിക്കർ വർക്കുകൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. എങ്ങനെയാണോ പണ്ടുണ്ടായിരുന്നത് അതേ രീതിക്ക് നിലനിർത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതൊരു അട്രാക്ഷൻ ആവുന്നത്. ഇപ്പൊ ഞാൻ പോലും ഇത് പറയുന്നത് ആ ഒരു രീതിക്ക് ഇവർ നിലനിർത്തിയിരിക്കുന്നതുകൊണ്ടാണ്. ഈ ഒരു ഏരിയ കണ്ടോ, ഈ ഒരു ഇടനാഴി കണ്ടോ, ഇവിടെ നമുക്ക് നമ്മുടെ ഈ സിംബുവിന്റെ ഒരു തമിഴ് പടം ഉണ്ടല്ലോ, വിണ്ണൈ താണ്ടി വരുവായ. അപ്പൊ അതിന്റെ ഒരു പാട്ട് സീൻ, അതിന്റെ ഒരു നിങ്ങൾക്ക് അറിയായിരിക്കും, ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ആ ഒരു പടത്തിന്റെ ആ ഒരു സീക്വൻസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു മൂവി, ആ ഒരു ഓഡിയോ സോങ്സിന്റെ കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ഏരിയ കേട്ടോ. കറക്റ്റ് ആയിട്ട് ആ ഇതിന്റെ മാൾട്ടയുടെ പല തരത്തിലുള്ള ഏരിയകളിൽ നിന്നും ആ ഒരു മൂവി സീൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു ഇടവഴികളിലൂടെ നമുക്ക് മുന്നിലേക്ക് ഇങ്ങനെ നടക്കാം. ഇത് നമ്മൾ മുമ്പ് നടന്ന ആ ഒരു ഇടവഴിയേക്കാണ് കുറച്ചും കൂടെ ചെറിയ ഒരു ഇടവഴിയാണ് കേട്ടോ. അതായത് ഈ ഒരു മഞ്ഞ ഒരു ഷെയ്ഡ് ആണല്ലോ മൊത്തത്തില്. അപ്പൊ അവിടെ ഈ ചെറിയ ഫ്ലവേഴ്സിന്റെയും ഈ ചെറിയൊരു പച്ചപ്പ് വന്നാൽ തന്നെ മറ്റെന്തെങ്കിലും ഒരു ഡെക്കറേഷൻ വന്നാൽ തന്നെ അത്രയ്ക്കും ഭംഗിയാണ് കേട്ടോ. അത് എന്ത് രസമാണെന്നറിയോ ഇവിടെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ അത് ആ ഒരു അത്രയും ഫീല് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞാൻ എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് മാക്സിമം ഞാൻ എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. കാര്യം നിങ്ങൾക്കും ആ ഒരു ഫീൽ കിട്ടാനായിട്ട്, ഇവിടെ നിൽക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് കിട്ടാനായിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഇതുപോലുള്ള കുറെ സുവനീർ ഷോപ്സ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതെല്ലാ ഏരിയയിലുള്ള പോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം വല്ലറ്റൊക്കെ പോയപ്പോൾ അവിടെ കണ്ടിരുന്നു. വല്ലറ്റ എന്ന് പറഞ്ഞ ഇവിടുത്തെ സെന്റർ ആണ് കേട്ടോ. ഞാൻ എപ്പോഴും അവിടെയാണ് പോകുന്നത്. അപ്പം എന്നോട് ആൾക്കാരൊക്കെ പറയാൻ തോന്നി, എവിടെ നിങ്ങൾക്ക് അവിടെ ഉള്ളോടെ. അത് മാത്രമല്ല അവിടെ മെയിൻ ഡെസ്റ്റിനേഷൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും അവിടെ നിന്ന് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതുണ്ട് ഇവിടെ ഈ ഗേറ്റ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഗേറ്റിന്റെ ഉള്ളിലേക്ക് നമുക്ക് എൻട്രൻസ് ഇല്ല കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേനും ഇവിടെ കുറച്ച് പെൺകുട്ടികളൊക്കെ നമ്മുടെ ഈ ഐസ്ക്രീം ഒക്കെ കഴിച്ച് നിൽക്കുന്ന കാണാം. സമ്മാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഐസ്ക്രീം പാർലറാണ്. അപ്പൊ നമുക്ക് അവിടെ വേണമെങ്കിൽ പോയിട്ട് നമുക്ക് ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പം എനിക്ക് അത്രയ്ക്കും ഐസ്ക്രീമിനോടുള്ളൊരു ക്രേസ് ഇപ്പം തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ മുന്നിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് എംദീനയുടെ
ആ ഒരു എക്സിറ്റ് ഏരിയയിലാണ്. എക്സിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു എൻഡ് ഏരിയയിലാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇങ്ങനെ കയറി കയറി ഇങ്ങനെ വന്ന് ഇപ്പം നമ്മൾ നിൽക്കുന്ന ആ ഒരു എൻഡ് ഏരിയയിലാണ്. ഇവിടെ നമ്മൾ താഴോട്ട് നോക്കുമ്പോഴത്തേനും ഒരു ഒരു വലിയൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ആ ഒരു വ്യൂവിനെ പറ്റി തന്നെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നില്ല, കാര്യം നമ്മൾ ഓൾറെഡി അതിനെ പറ്റിയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇടവഴികളിലൂടെയൊക്കെ നടന്ന ആ ഒരു സ്ട്രീറ്റിന്റെ ഒക്കെ കാഴ്ചകളൊക്കെ കുറച്ചും കൂടെ നമുക്ക് ഒപ്പിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയൊരു ഇടവഴിയും കൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുവഴി നമുക്കൊന്ന് നടക്കാവേ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ടൂറിസ്റ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ എൻ്റെ റൈറ്റ് സൈഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടോ, ഇതെന്നെ സംഭവം അറിയോ? ഇത് ഇവിടുത്തെ ഒരു കോഫി ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ചൂട് സമയമായതുകൊണ്ട് തന്നെ ഐസ് ടീ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കൂടുതൽ. അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചും കൂടെ മുന്നിലേക്ക് നടന്നു വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു വാട്ടർ ഫ്രണ്ട് പോലത്തെ ഒരു ഏരിയ കാണാൻ വേണ്ടി പറ്റും. ഇതൊരു പ്രോപ്പർ വാട്ടർ ഫ്രണ്ട് ആണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല, പക്ഷേ ഇത് കുടിക്കരുതെന്ന് തന്നെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് അത്രയും പ്രോപ്പർ ആയിട്ടുള്ളൊരു വാട്ടർ അല്ല, പക്ഷേ ആ ഒരു അതിങ്ങനെ വന്ന് വീഴുന്നതൊക്കെ കാണാൻ വേണ്ടി ഈ ഒരു ഇത്രയും ചൂടുള്ള സമയത്ത് അത് കാണുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് നമുക്ക് തോന്നും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അതുവഴി ഇങ്ങനെ കുറച്ചും കൂടെ മുന്നിലേക്ക് നടന്ന് നമ്മൾ ആ ഒരു എക്സിറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ അവിടുത്തെ എല്ലാ കാഴ്ചകളും തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചെറിയ തൊപ്പികളെ, ടീഷർട്ടുകളെ, ജാക്കറ്റ്സ് അങ്ങനെയൊക്കെ കിട്ടുന്ന, ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പം ചൂടാണ്. ജാക്കറ്റ് ഞാൻ ഉദ്ദേശിച്ച ജേഴ്സികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കിട്ടുന്ന ആ ഒരു കടകളൊക്കെയാണ് കേട്ടോ നമ്മളവിടെ കണ്ടത്. അപ്പോൾ നമ്മളിതാ കുറച്ചും കൂടെ മുന്നിലേക്ക് പോയിട്ട് നമ്മൾ എക്സിറ്റിലേക്ക് നമ്മൾ ആ ഒരു എംദീന എന്ന് പറയുന്ന ഇപ്പം നമ്മൾ നിൽക്കുന്ന ആ ഒരു ഇതുണ്ട്, ഈ ലെഫ്റ്റ് സൈഡ് കണ്ടോ, ഇതാണ് സെന്റ് പോൾസ് കത്തീഡ്രൽ. ഇവിടെയാണ് നമ്മൾ കുറച്ച് മുമ്പ് പോയത്. നമ്മൾ ആ റൈറ്റ് സൈഡിൽ കൂടി ഇങ്ങനെ കയറി ഇങ്ങനെ നമ്മളൊരു ചതുരത്തിലൂടെ കയറി വരുന്നവരെയാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ നമ്മുടെ എംദീന സിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അത്രയും ഭംഗിയാണ് കേട്ടോ. അപ്പൊ ഇതുണ്ടോ ഈ കൊടുത്തിരിക്കുന്നുണ്ട്, ഇതൊരു പട്ടാളക്കാരൻ ഇങ്ങനെ ഇവിടുത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, രാത്രി കള്ളന്മാരും എല്ലാം വന്നാലേ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ പട്ടാളക്കാരന്റെ കാലൊന്നും നേരെ തുറച്ചിട്ടില്ല കേട്ടോ. എനിക്ക് കാലം നില തുറച്ചിട്ടില്ല, പക്ഷെ ഭയങ്കര വീരനാട്ടോ, ധീര സൂരനാട്ടോ. കണ്ണ് പോലും കാണുന്നില്ല, കണ്ടോ, കണ്ണിനകത്തൊക്കെ ചെറിയൊരു വെട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ചെറിയ ബഡ് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതൊക്കെ എന്നെ വൃത്തിയായിട്ടാണെന്നറിയോ വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുന്നു. ഒരു തരത്തിലുള്ളൊരു വൃത്തികേടില്ലാത്ത രീതിക്ക് എന്ത് രസമാണെന്നറിയോ എല്ലാ ഏരിയയും കാണാനായിട്ട്. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലെ എല്ലാ ഏരിയയിൽ കൂടെ ഞാൻ പോയിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്താണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നാത്ത ഭാഗങ്ങൾ ഞാൻ ഇച്ചിരി എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ജസ്റ്റ് നമ്മുടെ വോയിസ് ഓവർ ഇല്ലാതെ ജസ്റ്റ് അതുവഴിയുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാം കേട്ടോ. അത് കമൻറ്റിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി, അതൊക്കെ നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാവേ. അപ്പോൾ ഇത് കണ്ടോ, വീണ്ടും കുറച്ച് കുതിരവണ്ടികളൊക്കെ അങ്ങോട്ട് നമുക്ക് പോകുന്ന കാണാം. ഇങ്ങോട്ട് തിരിച്ച് എക്സിറ്റിലേക്ക് വരുമ്പോഴത്തേനും എൻട്രിയിലേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നതാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കുതിരവണ്ടിക്ക് നമ്മൾ പോകുകയാണെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തരും അവിടുത്തെ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നതെന്നുള്ള കാഴ്ചകളുടെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് അവർ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എംദീന സിറ്റിയിൽ നിന്നും പതിയെ വിട പറഞ്ഞ് നമ്മളിതാ നമ്മുടെ കൂട്ടത്തിലുള്ള ടൂറിസ്റ്റുകളിലൂടെ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടെ നമുക്കൊരു കോഫി ഷോപ്പ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ, നമ്മുടെ എംദീന എന്ന് പറഞ്ഞൊരു വില്ലേജിന്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചകൾ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ ഒരുപാട് വരാനുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.